എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇറ്റാലിയൻ റെസിപ്പി ആയിട്ടുള്ള ലസാനി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ലസാനിയ തയ്യാറാക്കുന്ന ഷീറ്റ് വെച്ചുള്ളതാണ്. ഷീറ്റ് വെക്കാതെയുള്ള ലസാനിയ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിവിടെ ഇന്ന് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഷീറ്റ്സ്. നാട്ടിലും സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടൊരു 10 ഷീറ്റാണ് നമുക്കിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലസാനിയ ഷീറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ പാക്കറ്റിലുണ്ടാകും എത്ര ടൈം ഇത് കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ സമയം വേരി ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ലസാനിയ ഷീറ്റ്സ് ഇതിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഇത് എടുക്കും ഇത് കുക്കായി കിട്ടാനായിട്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഷീറ്റ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ കറക്റ്റ് ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കുക്ക് ആയി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഈ ഷീറ്റ് ഒന്ന് വിടർത്തിയിട്ട് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഷീറ്റ് ഒന്ന് അടർത്തി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷീറ്റ് വരിക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീറ്റ് ഫില്ലിങ്ങിന് വേണ്ടി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ചെറുതായിട്ട് പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്ഡ് പാപ്രിക്ക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഇറ്റാലിയൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒറിഗാനോവും ബേസിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിസ്സ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ അതിലെല്ലാം കൂടെ ഉള്ള മിക്സ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇപ്പോൾ ചേർക്കുന്നത് ഒറിഗാനോവും ബേസിലുമാണ്. ആ ഒരു ഇറ്റാലിയൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സോസൊന്നും വെച്ചിട്ടല്ല ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്, വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 തക്കാളി വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 3 വരെ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തവി വെച്ചിട്ടൊന്നുകൂടെ ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മീറ്റ് ഇട്ട് കൊടുക്കാം. മീറ്റ് എന്ന് പറയുമ്പോൾ മിൻസ്ഡ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ മിൻസ്ഡ് ബീഫൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മിൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പൊടിയായിട്ട് ചിക്കൻ അരിയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടോ ഇതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ബീഫ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഇത് വേവിച്ചെടുക്കേണ്ടി വരും. ഒരു 30 മിനിറ്റോളം അടച്ചു വെച്ച് ഇത് പതുക്കെ വേവിച്ചെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഇത് വേവും, അതുകൊണ്ട് 30 മിനിറ്റ് മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഈ ഒരു മൈദ ഇനി നന്നായിട്ട് ഒരു ബ്രൗൺ നിറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൈദ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് എടുക്കുന്നത്. 1 കപ്പ് പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം കുറച്ച് കട്ടകൾ കാണും, പിന്നെ ഈ ഒരു കട്ട നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ അലിഞ്ഞ് കിട്ടും. പാലിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ വൈറ്റ് പെപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബ്ലാക്ക് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലസാനിയ സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് കുറച്ചൊന്ന് നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ ഒരു ട്രേയുടെ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ കേക്കിൻ്റെ ടിന്നിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും അതിന് മുകളിലായിട്ട് നമ്മൾ മീറ്റിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം.
പല രീതിയിൽ ഈ ഒരു ലസാന തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പം വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് സോസിന് പകരം നമുക്ക് ചീസിൻ്റെ ഒരു മിക്സൊക്കെ തയ്യാറാക്കിയിട്ടും ചെയ്യാം. അത് ഒരുപാട് റിച്ച് ആകും. അപ്പോൾ ഒരുപാട് കലോറിയൊക്കെ ഉള്ള ഒരു ഇതാകും. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു മീഡിയം കലോറിയിൽ വരുന്നൊരു ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. മോസറല്ല ചീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല ചീസുകളും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് തീരുന്ന വരെ ഒന്ന് ലെയർ ചെയ്ത് എടുക്കാം നമുക്ക്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കൂടുതൽ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 250 ഗ്രാമോളം ചീസാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുഴുവനും ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നല്ലൊരു രസത്തിനും അതുപോലെ തന്നെ ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഒറിഗാനോയും അതുപോലെ തന്നെ കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്കയാണ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. സ്മോക്ക്ഡ് പാപ്രിക്ക എന്ന് പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത് നമ്മളിനി 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് 2 കോയിലും ഹീറ്റാക്കിയിട്ടാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. നമുക്കിത് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലസാനിയ നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ ബ്രൗണിൽ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ടൊന്ന് സെർവ് ചെയ്യാം. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് ഇല്ലാതെയും അടിപൊളിയായിട്ട് ലസാനിയ തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഈ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് നിറയും. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്